സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കുട്ടനാട്ടിലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. പ്രതിഷേധിച്ച് കോൺഗ്രസിൽ ഒരു വിഭാഗം കൂട്ടത്തോടെ രാജിവെച്ചു. കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചതായി വിമത നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതേസമയം DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് സ്വതന്ത്രനായി മത്സരിക്കും. കുട്ടനാട്ടിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് DCC ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയാണ് രാജിവെച്ചത്. രാജിക്കത്ത് DCC പ്രസിഡന്റിന് കൈമാറിയതായി നേതാക്കൾ അറിയിച്ചു. പേയ്മെന്റ് സീറ്റുകൾ ഉണ്ടാവില്ലെന്ന് നേതൃത്വം ഉറപ്പു തന്നിരുന്നു. കുട്ടനാട്ടുകാരനായ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയെന്നും കുട്ടനാട്ടുകാരുടെ ആവശ്യം അവഗണിച്ചെന്നും സജി ജോസഫ് പറഞ്ഞു. കുട്ടനാടിനെ വിൽപ്പനച്ചരക്കാക്കാൻ അനുവദിക്കില്ല. കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് സീറ്റ് ഏറ്റെടുക്കുമെന്ന് നേതാക്കൾ ഉറപ്പു നൽകിയിരുന്നു. വേദനയോടെയാണ് തീരുമാനമെടുത്തത്. നേതാക്കളെയോ പ്രസ്ഥാനത്തെയോ കുറ്റം പറയുന്നില്ല. സ്വതന്ത്രനായി മത്സരിക്കുന്നത് വേദനയോടെയാണ്. കുട്ടനാട്ടിലെ ജനങ്ങൾ തെറ്റുതിരുത്തും. ഞാൻ അവരുടെ സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. രണ്ട് മുന്നണികളിലും പേയ്മെന്റ് സീറ്റാണ്. രണ്ട് സാമ്പത്തിക ശക്തികൾക്കെതിരെയാണ് മത്സരിക്കുന്നത്. നാളെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയി പുഷ്പാർച്ചന നടത്തുമെന്നും തുടർന്ന് പ്രചരണത്തിലേക്ക് കടക്കുമെന്നും സജി ജോസഫ് പറഞ്ഞു. അതേസമയം ചെങ്ങന്നൂരിൽ കോൺഗ്രസിനുള്ളിൽ തമ്മിലടി. ലിസ്റ്റിലുള്ള സ്ഥാനാർത്ഥികളെ വേണ്ടെന്ന ആവശ്യവുമായി ഒരു വിഭാഗം രംഗത്തെത്തി. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെയും പ്രാദേശിക നേതാക്കളെയും പരിഗണിക്കണമെന്നാണ് ആവശ്യം. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇതിനെതിരെ വൻ പ്രചരണമാണ് നടക്കുന്നത്. നേതാക്കളുടെ ഇഷ്ടക്കാരെ പരീക്ഷിക്കാനുള്ളതല്ല ചെങ്ങന്നൂരിലെ മണ്ണെന്നാണ് പ്രതിഷേധിക്കുന്നവർ പറയുന്നത്. ജയിക്കാനുള്ള സ്ഥാനാർത്ഥി വേണമെന്നും ചെങ്ങന്നൂരിനെ ഒറ്റുകൊടുക്കരുതെന്നും ഇവർ പറയുന്നു.